വയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഏകദേശം 9 മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, ഏലി ഏലി ലാമ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു. കാൽവരിയിലെ പാറ പിളർക്കുമാറ് അതികഠോരമായ വേദനയിലാണ് യേശു പിതാവിനെ വിളിച്ച് കരയുന്നത്. ചുറ്റും നിന്നവർ പരിഹസിച്ചു പറഞ്ഞു, നിൽക്കൂ, ഏലിയ ഇറങ്ങി വന്ന് അവനെ രക്ഷിക്കുമോ എന്ന് കാണട്ടെ. 50-ാം തിരുവചനം പറയുന്നു, യേശു ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. ഏലിയ ഇറങ്ങി വന്നില്ല. ഹൃദയം പൊട്ടിയ അവൻ്റെ നിലവിളിക്ക് ഉത്തരവും ലഭിച്ചില്ല. എന്നാൽ പ്രപഞ്ചം ശക്തമായി പ്രതികരിച്ചു. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ദേവാലയത്തിലെ തിരശ്ശീല കീറിപ്പോയി. ഇതെല്ലാം കണ്ടുനിന്ന ശതാധിപൻ മാറത്തടിച്ചുകൊണ്ട് പറഞ്ഞു, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 54-ാമത്തെ തിരുവചനം. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ 1 മുതൽ തിരുവചനത്തിലൂടെ നാം ഇപ്രകാരം വായിക്കുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, എല്ലാം അവനു വേണ്ടിയും അവനെ കൂടാതെയും ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം അവനു വേണ്ടി, ഞാനും നീയും ഈ പ്രപഞ്ചം മുഴുവനും ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. എല്ലാം മനുഷ്യനു വേണ്ടി നൽകപ്പെട്ടത് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയുമാണ്. സമസ്തവും അവനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. യോഹന്നാൻ 1:12 പറയുന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. പ്രൈസ് ദി ലോർഡ്. കുരിശിൽ നിന്ദിതനായി, പീഡിതനായി, ഉപേക്ഷിക്കപ്പെട്ടവനായി പച്ചയായ മനുഷ്യൻ പിടഞ്ഞു മരിക്കുന്നത് ശതാധിപൻ കണ്ടുകൊണ്ട് വിളിച്ചു പറഞ്ഞ എന്താണ്? സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. അവിടെ ദൈവപുത്രന് യാതൊരു അത്ഭുതങ്ങളോ അടയാളങ്ങളോ മഹത്വങ്ങളോ ശതാധിപൻ കണ്ടില്ല. ശതാധിപൻ അവിടെ കണ്ടത് പച്ചയായൊരു മനുഷ്യൻ പിടഞ്ഞു മരിക്കുന്നതാണ്. സഹനത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ കിടന്ന് പിടഞ്ഞ് കരയുന്നതാണ് കണ്ടത്. പക്ഷേ ആ കരച്ചിലിൻ്റെ ആ ശബ്ദം പ്രകമ്പനം കൊണ്ടപ്പോൾ ഭൂമി പിളർക്കുകയും പാറകൾ പിളർക്കുകയും ദേവാലയത്തിലെ തിരശ്ശീല കീറിപ്പോവുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ അവൻ ദൈവത്തെ ദർശിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 തിമോത്തി 3:2 പറയാണ്, യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. ക്രിസ്തുവിന് വേണ്ടി ഈ ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ട സകലരും ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ പോകേണ്ടിയിരിക്കുന്നു. അവൻ ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയത് അവനോടൊപ്പം അവൻ പോയ വഴിയിലൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രിസ്തു നമ്മളെ സ്വന്തമാക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നിരവധിയായ സഹനങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാൻ ഇട വന്നിട്ടുണ്ടാകും. അറിയാതെ നമ്മൾ പകച്ചു പോയിട്ടുണ്ടാകാം.
പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർക്കുക, ജോർദാൻ നദിയിലെ സ്നാപകൻ്റെ കയ്യിൽ നിന്ന് സ്നാനം സ്വീകരിച്ച യേശുവിനെ സ്വർഗത്തിൽ നിന്ന് ഇപ്രകാരം ഒരു സ്വരമുണ്ടായി: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലാണ് പറയുന്നത്. സ്നാനം സ്വീകരിച്ച ഉടനെ സ്വർഗം തുറക്കപ്പെടുകയാണ് ചെയ്തത്. സ്വർഗത്തിൽ നിന്ന് ഇപ്രകാരം പിതാവിൻ്റെ സ്വരം പുറപ്പെടുന്നു: ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇതാ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിലേക്ക് ഇറങ്ങി വരുന്നു. സ്ത്രീത്വം സന്നിധമാകുന്ന സമയത്ത് ഒരു വലിയ പ്രഖ്യാപനം നടക്കുകയാണ്, അല്ലെങ്കിൽ ഒരു വലിയ ഉദ്ഘോഷം നടന്നു. ഇതിപ്രകാരമായിരുന്നു: ഇതാ പറുദീസയിൽ വീണുപോയ മനുഷ്യ മക്കളെ രക്ഷിക്കുവാനായി പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. യോഹന്നാൻ 3:16 പറയാണ്: തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം അത്രമാത്രം മനുഷ്യനെ സ്നേഹിച്ചു. തൻ്റെ ഏകജാതന് തുല്യരായിട്ടാണ് ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പറുദീസയിൽ സാത്താൻ മനുഷ്യനെ അവൻ്റെ ജീവിതത്തെ തകർക്കാൻ വേണ്ടി പാപത്തിലേക്ക് വലിച്ചിഴച്ചു. പാപത്തിൽ മനുഷ്യൻ മരിക്കണമെന്നും അവൻ്റെ സ്വർഗവാസം അന്നത്തോടുകൂടി തീരണമെന്നും പ്രതീക്ഷിച്ച സാത്താന് വലിയൊരു അടിയായിരുന്നു പറുദീസയിൽ വെച്ച് പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനം: അവൻ സ്ത്രീയുടെ സന്തതി നിൻ്റെ തലയെ തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൻ്റെ ഈ വലിയ വാഗ്ദാനം തൻ്റെ സംഹാരദൂതനെ സാത്താനും അന്നു മുതൽ പ്രതീക്ഷിച്ചിരുന്നു. ഈ സംഹാരദൂതനായി ക്രിസ്തു പിറന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തു ആണ് ദൈവപുത്രനെന്ന് ഭൂമിയിലേക്ക് വിളിച്ചറിയിച്ചതും ത്രിത്വൈക ദൈവം പറുദീസയിൽ നിന്നിറങ്ങിയ മനുഷ്യനോട് ജോർദാൻ നദിയിൽ വെച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ശ്രദ്ധിക്കുക. പ്രിയപുത്രനെന്ന് വിളിച്ച് പ്രിയപുത്രൻ്റെ എല്ലാ അനുഗ്രഹവും കൊടുത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രഘോഷിച്ച ആ ക്രിസ്തുവാണ് കുരിശിൽ കിടന്നുകൊണ്ട് പിടഞ്ഞു പ്രാർത്ഥിക്കുന്നത്: ഏലി ഏലി ലാമ സബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു. സഹനങ്ങളുടെ മൂർത്തിന്യാവസ്ഥയിൽ നമ്മൾ ഓരോരുത്തരും, ക്രിസ്തു നമ്മളിൽ ജീവിക്കുന്നു. ആ ക്രിസ്തു നമ്മളിലുള്ളതുകൊണ്ട്, ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളുണ്ട്, നമ്മളും ചിലപ്പോൾ ഇപ്രകാരം കരഞ്ഞിട്ടുണ്ടാകാം. ജോർദാൻ നദിയിൽ പരിശുദ്ധാത്മാവിനിൽ നിറഞ്ഞ യേശു പിന്നീട് പോകുന്നത് 40 ദിവസം മരുഭൂമിയിലേക്കാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യ സ്വഭാവത്തെ അവിടെ പരീക്ഷിക്കപ്പെടുകയാണ്. പച്ച മനുഷ്യനായ യേശു സാത്താൻ്റെ 3 പ്രലോഭനങ്ങളെയും അതിജീവിച്ചത് വചനത്തിലൂടെയാണ്. വചനം മാംസമായ ദൈവപുത്രനെ പോലും പരീക്ഷിക്കാൻ കടന്നു വന്നത് സാത്താൻ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കുകയില്ല. വീണ്ടും നമ്മളിപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവവചനത്തിൻ്റെ ശക്തി, അതാണ് 3 പ്രലോഭനങ്ങളും യേശു അതിജീവിച്ചത്. ദൈവവചനത്താലാണ് സാത്താനെ കീഴ്പ്പെടുത്തിയത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കുണ്ടാകുന്ന പ്രലോഭനങ്ങൾ, സഹനങ്ങൾ, വേദനകൾ, ഇവിടെയൊക്കെയും നമ്മൾ വചനത്തിൻ്റെ ശക്തിയാൽ നേരിടേണ്ടതായിട്ടുണ്ട്. ഇപ്രകാരം നമ്മൾ നേരിടുമ്പോൾ യെശയ്യാ 48:10 ഒരു വചനം ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, കഷ്ടതയുടെ ചൂളയിൽ നിന്നെ ഞാൻ ശോധന ചെയ്തു. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തത്. പ്രിയപ്പെട്ടവരെ, നാം ശുദ്ധീകരിക്കപ്പെടുന്നത്, ക്രിസ്തു മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടത് അവൻ്റെ കുരിശു മരണത്തിലേക്കുള്ള ഏറ്റവും ആദ്യത്തെ പ്രാക്ടിക്കൽ പരീക്ഷണമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കെല്ലാം ദൈവത്തിൽ വിശ്വാസമുണ്ട്. പക്ഷേ വിശ്വാസം നമ്മൾ തെളിയിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും സഹനത്തിൻ്റെ സമയങ്ങളിലാണ്. നമ്മെ ഓരോരുത്തരെയും ദൈവം ശുദ്ധീകരിക്കുന്നത് നമ്മുടെ സഹനത്തിൻ്റെ സമയങ്ങളിലാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ തിരിച്ചറിവ് നമുക്ക് നൽകുന്നതാകട്ടെ ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസമാണ്. വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസം എന്നത് ഒരു പ്രാക്ടിക്കൽ എക്സാമായിട്ട് നമുക്ക് കാണാം. ഈ പ്രാക്ടിക്കൽ എക്സാം നമ്മൾ പ്രൂവ് ചെയ്യുന്നത്, ഒരുപക്ഷെ വിശ്വാസം എന്ന തിയറി കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാണപ്പെടാത്ത ഉണ്ടെന്നും പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ഈ കാണപ്പെടാത്ത അല്ലെങ്കിൽ പ്രത്യാശിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ചിലപ്പോൾ നമ്മുടെ സഹനത്തിൻ്റെ വേളയിൽ നമുക്ക് ലഭിക്കാതെ പോയേക്കാം. അപ്പോൾ ഓർക്കുക, ദൈവം പറഞ്ഞ വചനമുണ്ട്: ഞാൻ നിന്നെ ശുദ്ധീകരിക്കുകയാണ്. നിന്നെ ശുദ്ധീകരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. 2 കൊരിന്ത്യർ 13:5 പറയാണ്: നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെടും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ചില വേദന നിറഞ്ഞ അനുഭവങ്ങളോട് ഞാൻ കടന്നുപോയപ്പോൾ, സഹനത്തിൻ്റെ തീച്ചൂളയിലൂടെ കടന്നുപോയപ്പോൾ, പലപ്പോഴും മനസ്സിൽ നിരാശയും വേദനയും കടന്നു വന്ന നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്.
അപ്പോഴൊക്കെയും ഇപ്രകാരം മനസ്സിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച നിമിഷങ്ങൾ ഞാൻ ഓർക്കുകയാണ്. ഏലി ഏലി ലാമ സബക്താനി, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടു എന്ന്. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രഘോഷിച്ച യേശുവിന് പിൻചെല്ലാൻ നമുക്ക് എളുപ്പമാണ്. അല്ലെങ്കിൽ യേശുവിൻ്റെ വചനത്തിൽ നിന്നുകൊണ്ട് രോഗശാന്തി നൽകാനും പിശാചുക്കളെ ബഹിഷ്കരിക്കാനും അനേകർക്ക് ആശ്വാസ വചനങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. എന്നാൽ യഥാർത്ഥ സഹനത്തിൻ്റെ വേളയിലാണ് ഞാൻ ആരാണ്, എന്നിൽ എത്രമാത്രം ക്രിസ്തു ജീവിക്കുന്നുവെന്ന് എനിക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിലൊക്കെ ക്രിസ്തു അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പ്രിയപുത്രനെന്നും പ്രിയപുത്രി എന്നും നമ്മളെക്കുറിച്ച് വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ സഹനത്തിൻ്റെ വേളയിലാണ് യഥാർത്ഥത്തിൽ പ്രിയപുത്രനാണോ പുത്രിയാണോ എന്നൊക്കെ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശിൽ കിടന്നുകൊണ്ട് ഏലി ഏലി ലാമ സബക്താനി എന്ന് വിളിച്ചു കരഞ്ഞപ്പോൾ നിശബ്ദനായിരുന്ന പിതാവിൻ്റെ സാമീപ്യത്തിനായി കരഞ്ഞ യേശുവിനെ പോലെ നമ്മളും കരയുന്ന നിമിഷങ്ങളിൽ 1 പത്രോസ് 1:7 പറയുന്നു, അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം. തീർച്ചയായിട്ടും എനിക്ക് പറയാൻ കഴിയും, നിരവധിയായ പരീക്ഷണങ്ങൾ, സഹനങ്ങൾ, നൊമ്പരങ്ങൾ, വേദനകളിൽ പിടിച്ചു നിന്നപ്പോൾ ആ ശക്തി എത്ര വലുതായിരുന്നു എന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരുപക്ഷെ ഈ സഹനങ്ങളുടെ സമയങ്ങളിലൊക്കെ പിടിച്ചു നിർത്തിയത് സ്വന്തം ബുദ്ധിയോ സ്വന്തം ശക്തിയോ കഴിവുകളല്ല. അനുദിന വിശുദ്ധ കുർബാനയിലെ യേശു തരുന്ന ശക്തി, വചനത്തിലൂടെ യേശു നൽകുന്ന ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലൂടെ സ്തുതിപ്പാരാധനയോട് കിട്ടിയ ശക്തി, ഈ ശക്തിയാണ്, ഇതാണ് പിതാവ് നമ്മൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. യാക്കോബിൻ്റെ ലേഖനം 1:12 പറയുന്നു, പരീക്ഷകളെ ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ചു കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പരീക്ഷകളെ ക്ഷമയോടെ സഹിക്കുക, ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പ്രസംഗിക്കാൻ എളുപ്പമാണ്. പക്ഷേ ജീവിതത്തിൽ സഹനത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ നിന്ദിതനായി പീഡിതനായി കുരിശിൽ കിടന്ന ക്രിസ്തുവിനെ പോലെ കൈവിരിച്ച് കിടക്കേണ്ട ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുമ്പോൾ യാക്കോബ് ശ്ലീഹ പറയാണ്, നീ ക്ഷമയോടെ സഹിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷമയോടെ അത് സഹിക്കേണ്ടതെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുകയാണ്. എന്നെ പ്രതി മനുഷ്യൻ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവരും തിന്മകളും നിനക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആഹ്ലാദിച്ച് ആനന്ദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരാൾ പോലും അൽഫോൻസ എന്ന കന്യാസ്ത്രീ അറിഞ്ഞില്ല. അവളുടെ ജീവിതത്തിൽ സ്വകാര്യതയിൽ അവൾ ക്രിസ്തുവിനോട് ഒട്ടിച്ചേർന്നിരുന്നു. അവൾ അനുഭവിച്ച സഹനങ്ങളുടെ എല്ലാ പുണ്യങ്ങളുടെയും പരിമളം പുറത്തേക്ക് വന്നത് അവൾ ഈ ലോക ജീവിതത്തിലെ ഈ ലോകവാസം വെടിഞ്ഞപ്പോഴാണ്. സ്വർഗത്തിലെത്തിയ ആ അൽഫോൻസാമ്മയെ ഉൾക്കൊണ്ടുകൊണ്ട് ഒതുക്കി വയ്ക്കാൻ സ്വർഗത്തിന് കഴിഞ്ഞില്ല. അവൾ അവിടെ നിന്ന് അനേകർക്ക് രോഗശാന്തിയായി, അനേകർക്ക് ആശ്വാസമായി, അത്ഭുതമായി, അടയാളമായി ഭൂമിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിരവധിയായ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ടായിരിക്കും. അവരോടൊക്കെ കർത്താവ് ഇപ്രകാരം പറയാണ്, യേശു ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോഴും യേശുവിനെ കല്ലറയിൽ അടക്കിയപ്പോഴും യേശുവിൻ്റെ ശത്രുക്കൾ അല്ലെങ്കിൽ ക്രൂശിച്ച വ്യക്തികൾ വിചാരിച്ചു ഇതോടെ ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ യേശുവിൻ്റെ കഥ കഴിഞ്ഞു. പക്ഷേ കല്ലറയിൽ അടയ്ക്കപ്പെടാനുള്ളതായിരുന്നില്ല അവൻ്റെ ജീവിതം. അത് മഹത്വത്തോടെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, സഹനത്തിൻ്റെ തീച്ചൂളയിൽ, കുരിശിൻ്റെ ചൂട്ടിൽ പരിശുദ്ധ അമ്മയും സഹനത്തിൻ്റെ മട്ടുവരെ കുടിച്ച വ്യക്തിയാണ്. അമ്മയുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു എന്ന് നോക്കാം. അമ്മയുടെ ഉദരത്തിൽ യേശു ജനനം കൊണ്ടപ്പോൾ മുമ്പ് അമ്മ ഈ ഭൂമിയിലേക്ക് ജനിച്ച് ഏകദേശം ഒരു 3 വയസ്സായപ്പോൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. അതിനുശേഷം ദേവാലയത്തിൽ ജീവിച്ചു. അനാഥത്വം പേറുന്ന ആ മനസ്സ് പിന്നീട് യേശുവിൻ്റെ അമ്മയാകുന്നു. അവിടെ നിന്ന് തുടങ്ങിയ സഹനങ്ങൾ കാൽവരി കുരിശു വരെയും അമ്മയുടെ ജീവിതത്തിൽ സഹനങ്ങളായിരുന്നു. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ്
പിതാവിനോട് ചേർന്ന് നിന്നു പരിശുദ്ധ കന്യാമറിയം. എന്നാൽ വെളിപാട് 12:1 പറയുന്നു, സൂര്യനെ ഉടയാടയാക്കി ചന്ദ്രനെ പാദപീഠമാക്കി ശിരസിൽ നക്ഷത്ര കിരീടം ചൂടി ത്രിലോകരാജ്ഞിയായി അമ്മ സ്വർഗത്തിൽ വാഴുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ലോക ജീവിതത്തിൽ ആരെല്ലാം ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്നുണ്ടോ, ആരെല്ലാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നുണ്ടോ, അവർക്കെല്ലാവർക്കും സ്വർഗത്തിൽ കിരീടം നിശ്ചയമാണ്. വെളിപാട് 12:17 പറയുകയാണ്, ഈ അമ്മയുടെ മക്കള്, ഈ യേശുവിൻ്റെ മക്കള്, ഈ പിതാവായ ദൈവത്തിൻ്റെ മക്കളെ തകർക്കാനായിട്ട് സർപ്പം ആഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു. വെളിപാട് 12:17 പറയുന്നു, അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മാവിൽ മാങ്ങയുണ്ടെങ്കിൽ മാത്രമേ അതിന് കല്ലെറിയപ്പെടുകയുള്ളൂ. മാങ്ങയുള്ള മാവല്ലെങ്കിൽ ആരും അതിനെ കല്ലെറിയാൻ പോകുന്നില്ല. പലപ്പോഴും ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന വ്യക്തികളെ അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നവരെയാണ് സാത്താൻ ഉപദ്രവിക്കുന്നുള്ളൂ. നമുക്കറിയാം, ഇന്ന് പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ പല രാജ്യങ്ങളിലും നമ്മുടെ അനേകം സന്യാസികൾ നിഷ്കരണം വധിക്കപ്പെടുകയാണ്. അവർ യാതൊരു തെറ്റും ചെയ്യാതെ രക്തസാക്ഷിത്വത്തിലേക്ക് അവർ വലിച്ചിഴക്കപ്പെടുകയാണ്. എന്തുകൊണ്ട് എന്ന ചോദ്യമില്ല, അവർ ക്രിസ്തുവിനുള്ളവരാണ്. ക്രിസ്തുവിനുള്ളവരെ വചനത്തിൽ ഇപ്രകാരം പറഞ്ഞു, നീ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ടവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറയുകയാണ്, യോഹന്നാൻ 16:31 ഇപ്രകാരം പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാവും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ലോകത്തിൽ ഞെരുക്കമുണ്ടാകും. അത് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവനാണോ, തീർച്ചയായും അവൻ്റെ ജീവിതത്തിൽ ഞെരുക്കങ്ങളുണ്ടായിരിക്കും. പക്ഷേ ആ ഞെരുക്കത്തിൽ അവനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു കൃപയാണ് നമ്മൾക്ക് ആവശ്യം. ഇത് പലപ്പോഴും നമുക്ക് സാധ്യമാകുന്ന, പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതു ഭാഗത്തിരുന്ന് മധ്യസ്ഥം വഹിക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും സഹനത്തിൽ നമുക്ക് മുമ്പേ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവാണ് സഹിക്കുന്നതെന്ന് തിരിച്ചറിയുക. പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ ആലയമാണ്. ക്രിസ്തുവിൻ്റെ ആലയം എന്ന് പറയുമ്പോൾ ക്രിസ്തുവാണ് നമ്മളിൽ വസിക്കുന്നത്. സഹിക്കുന്നത് ഞാനും നിങ്ങളുമല്ല, പിന്നെയോ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തു തന്നെയാണ്. അപ്പോൾ ഈ ക്രിസ്തു നമ്മളെ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തുകയാണ് എന്ന്. സഹനങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും നാളുകളിൽ വിശ്വാസത്തെയാണ് നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. പലപ്പോഴും വിശ്വാസത്തെ മുറുകെ പിടിക്കാനാണ് നമുക്ക് വിഷമം തോന്നുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ വിശ്വാസത്തോടുകൂടി അനുഗമിക്കുന്ന ക്രിസ്തുവിൽ നിന്ന് പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകും. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം, വിശ്വസിച്ചിട്ട് എന്ത് കാര്യം, ഇതെല്ലാം യാതൊരു ഉത്തരവും കിട്ടുന്നില്ലല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ ഓർക്കുക, ക്രിസ്തുവിന് ഉത്തരം കൊടുക്കാതിരുന്നില്ല പിതാവായ ദൈവം. ഉത്തരം കിട്ടി, മഹത്വത്തോടുകൂടി 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായ എന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. പലപ്പോഴും ക്രിസ്തുവിൻ്റെ സഹനമാണോ അതെയോ നമ്മുടെ സ്വന്തം സഹനമാണോ എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതിന് 1 പത്രോസ് 3:17 പറയാണ്, നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതിനേക്കാൾ നല്ലത്. അപ്പോൾ നമ്മുടെ പ്രവർത്തന ശൈലിയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമ്മൾ പ്രവർത്തിക്കുന്നത് എന്താണ്? നന്മയാണോ, ദൈവഹിതപ്രകാരമാണോ നമ്മൾ ചെയ്യുന്നതെന്ന് ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ സഹനം നന്മയാണോ തിന്മയാണോ എന്ന്. പ്രിയപ്പെട്ടവരെ, അനുദിന ജീവിതത്തിൽ ധാരാളം സഹനങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോഴും 2 തരത്തിൽ നമുക്ക് സഹനത്തെ കാണാൻ കഴിയും. ഒന്ന്, കാൽവരിയിലെ 3 കുരിശുകളിലേക്ക് നമുക്ക് നോക്കാം. നടുക്ക് കിടക്കുന്ന യേശുവിൻ്റെ കുരിശ്, ഇടതുവശത്തെ കള്ളൻ, വലതുവശത്തെ കള്ളൻ. ഇടതുവശത്തെ കള്ളൻ ഇപ്രകാരം പറഞ്ഞു, സഹനത്തെ പഴിച്ചു, നീ ദൈവപുത്രനാണെങ്കിൽ ഞങ്ങളെയും രക്ഷിക്ക്, നീയും രക്ഷപ്പെടാൻ പറഞ്ഞു. എന്നാൽ വലതുവശത്തെ കള്ളനാകട്ടെ തൻ്റെ സഹനം തൻ്റെ പ്രവൃത്തിയുടെ ഫലമാണെന്ന് തിരിച്ചറിയുകയും അതിനെക്കുറിച്ച് അനുതപിക്കുകയും ഈ അനുതാപത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ
ഒരു വലിയ സ്നേഹത്തോടെ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുകയാണ്, നീ നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹനങ്ങൾ വരുമ്പോൾ നമ്മൾ ആ വലതുവശത്തെ കള്ളനെ പോലെ ഒന്ന് ചിന്തിക്കാൻ നോക്കാം. തെറ്റു ചെയ്യാത്തവൻ നിന്ദിതനായി കുരിശിൽ കിടന്ന് പിടയുമ്പോൾ ആ നിന്ദിതനായവൻ ഒരു പരാതിയും പറയാതെ, സഹനം പിതാവിൻ്റെ പാനപാത്രമാണെന്നും അത് താൻ ഏറ്റെടുക്കുന്നത് തനിക്ക് വേണ്ടിയല്ലെന്നും തൻ്റെ ജനത്തിന് വേണ്ടിയാണെന്നും ഈ ജനം രക്ഷിക്കപ്പെടണമെങ്കിൽ ഈ സഹനം അനിവാര്യമാണെന്നും യേശു തിരിച്ചറിയുന്നുണ്ട്. വലതുവശത്തെ കള്ളൻ തൻ്റെ സഹനത്തെ ന്യായീകരിക്കാതെ താൻ ചെയ്ത തെറ്റിന് പരിഹാരം ചെയ്തുകൊണ്ട് ക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങൾ, പരീക്ഷണങ്ങൾ, നൊമ്പരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിച്ചുകൊണ്ട് വലതുവശത്തെ കള്ളനെ പോലെ ഈ സഹനങ്ങൾ നമ്മളെ വിശുദ്ധീകരിക്കാൻ കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ എനിക്ക് വേണ്ടിയാണ് നിന്നെ ശുദ്ധീകരിച്ചത്. നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന ചില സഹനങ്ങളുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ജോബ് നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ ഒന്നിനൊന്നായി കൂടുതൽ സഹനങ്ങളും കഷ്ടതകളും സങ്കടങ്ങളും കടന്നു വന്നപ്പോൾ ജോബ് ഒന്ന് മാത്രം പറഞ്ഞു, എൻ്റെ ദൈവം എനിക്ക് തിന്മയായിട്ടൊന്നും പ്രവർത്തിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വിശ്വസിക്കുക. സാത്താൻ ഇന്ന് പലപ്പോഴും സഹനങ്ങളിൽ കടന്നു വരുന്ന വ്യക്തികളോട് സാത്താൻ വീണ്ടും പറുദീസയിൽ ഉപയോഗിച്ച ആ തന്ത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അവൻ ദൈവത്തെ കള്ളനാക്കുന്നു, ദൈവത്തെ കുറിച്ച് പറയുന്നു, ദൈവത്തെ അസത്യവാനാക്കുന്നു. അതാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ അസത്യവാനാക്കിക്കൊണ്ട് കള്ളനെ സത്യവാനാക്കുന്ന ഒരു പ്രവണതയാണ് സാത്താൻ ചെയ്യുന്നത്. ആ സഹനങ്ങൾ ദൈവത്തിന് നമ്മോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ദൈവം നമ്മളെ തിരസ്കരിച്ചതുകൊണ്ടോ അല്ല, പിന്നെയോ നാം ദൈവത്തിന് വേണ്ടിയുള്ളവരായതുകൊണ്ടാണ്. അപ്പോൾ ജോബ് പറഞ്ഞു, അവിടുന്ന് എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. ജോബ് 23:10 അവിടുന്ന് എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സഹനത്തിൻ്റെ ഓരോ നിമിഷങ്ങളിൽ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട സ്വർണമായി തീരുകയാണ് ചെയ്യുന്നത്. അത് ആ ഒരു ശുദ്ധീകരണ പ്രക്രിയയിൽ നമ്മുടെ കൂടെ നിൽക്കേണ്ടത് നമ്മുടെ അനുദിന വിശുദ്ധ കുർബാനയാണ്. ഞാൻ ഓർക്കുന്നു, യമനിലെ മദർ തെരേസയോട് അവിടുത്തെ ഗവൺമെൻറ് ആവശ്യപ്പെട്ടു അവിടെ വന്ന് ശുശ്രൂഷ നടത്തുവാനായിട്ട്, പാവപ്പെട്ടവരുടെ ഇടയിൽ പ്രവർത്തിക്കാനായിട്ട്. ആ യമനിലെ ഗവൺമെൻറ്റാണ് മദർ തെരേസയുടെ സിസ്റ്റേഴ്സിനോട് ആവശ്യപ്പെട്ടത്. അപ്രകാരം അവർ യമനിലേക്ക് വരുമ്പോൾ മദർ തെരേസ ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും ഒരു സൗകര്യം എനിക്ക് വേണം. കാരണം പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നമ്മളിൽ രൂപം കൊള്ളുമ്പോൾ മാത്രമാണ് ജീവിതത്തെ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് നയിക്കാൻ നമുക്ക് കഴിയുക. അപ്രകാരം ആ ഒരു വിശുദ്ധമായ ജീവിതത്തിനും തന്നെ മിഷണറി പ്രവർത്തനത്തിനും വേണ്ടി വൈദികർ യമനിലേക്ക് എത്തപ്പെടുകയാണ് ചെയ്തത്. ഇന്ന് നമുക്കറിയാം, വളരെ ക്രൂരമായി, വളരെ വേദനാജനകമായി അവിടെ സിസ്റ്റേഴ്സും വൈദികരും എല്ലാം രക്തസാക്ഷികളായപ്പോൾ ഓർക്കുക, ക്രിസ്തു അവരിൽ രൂപം പ്രാപിക്കുക മാത്രമല്ല, ക്രിസ്തു അവരിലൂടെ ഉദ്ധാനം ചെയ്യുകയാണ് ചെയ്തത്. അവിടെ വീണ ഓരോ രക്തത്തുള്ളികളിലും 1000 മിഷണറിമാരും 1000 ക്രിസ്ത്യാനികളും ജനിക്കുകയാണ്. ഒരു ക്രിസ്തു മരിക്കാൻ, ഒരു ക്രിസ്തുവിനെ കല്ലറയിൽ അടയ്ക്കപ്പെട്ടപ്പോൾ 3-ാം ദിവസം മഹത്വത്തോടെ ഉദ്ധാനം ചെയ്തതുപോലെ ഓരോ മിഷണറിമാരുടെയും രക്തത്തുള്ളികൾ ഭൂമിയിൽ വീഴുമ്പോൾ ആ രക്തത്തുള്ളികളിൽ നിന്ന് 1000 ക്രിസ്ത്യാനികൾ ജനിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിനെ ആർക്കും കല്ലറയിൽ അടയ്ക്കാൻ കഴിയില്ല. അവൻ്റെ സഹനം അവൻ്റെ ശക്തിയാണ്. ഈ ശക്തി തിരിച്ചറിഞ്ഞവരെല്ലാം ക്രിസ്തുവിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, സ്വർഗത്തിലെ അടയാളത്തിൽ സ്വർഗത്തിലെ മുഖ്യദൂതനായ മിഖായേലും സാത്താനും തമ്മിൽ ഒരു വലിയ യുദ്ധമുണ്ടായി എന്ന്. ഈ യുദ്ധത്തിൽ ഒടുവിൽ ജയിച്ചത് മുഖ്യദൂതനായ മിഖായേലും സൈന്യവുമാണ്. നോക്കുക, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് മുഖ്യദൂതനായ മിഖായേലിനെയും ഒരു സൈന്യത്തെ തന്നെയും ദൈവം നമ്മുടെ ചുറ്റിലും നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ തിരിച്ചറിവ് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളെപ്പോഴും ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് സഹനങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ അവയെല്ലാം ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രഭാഷകൻ്റെ പുസ്തകം 2:1, എൻ്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമിടുന്നെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിയിരിക്കുക. എന്താണ് പ്രലോഭനം? നമ്മുടെ ഇഷ്ടത്തിനെതിരായി എന്ത് തന്നെ വന്നാലും
നമ്മുടെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതായി നമ്മളിലേക്ക് എന്ത് തന്നെ കടന്നു വരുന്നു പ്രലോഭനമാണ്. അത് സഹനമായിരിക്കാം, മറ്റേതെങ്കിലും തരം പരീക്ഷണങ്ങളായിരിക്കാം. വീണ്ടും പത്രോസ് 3:3 പറയാണ്, നീതിക്ക് വേണ്ടി കഷ്ടത സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാവുകയും വേണ്ട. അവരുടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് ചുറ്റിലും നിന്ന് ആരൊക്കെ മുറവിളി കൂട്ടിയാലും, ആരൊക്കെ നിങ്ങൾക്കെതിരെ സംസാരിച്ചാലും, ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും, ക്രിസ്തുവിൻ്റെ ആ സ്വർഗരാജ്യത്തിൽ നിനക്കൊരു കിരീടമുണ്ട്. ആ കിരീടത്തിന് വേണ്ടിയിട്ട് ഓടാനാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മളൊക്കെ ആഹ്വാനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, സഹനം ഒരിക്കലും നഷ്ടമല്ല, നേട്ടമാണ്. സഹനം ഒരിക്കലും നഷ്ടമല്ല, നേട്ടമാണ്. വർഷാവസാനത്തിൽ നമ്മളൊക്കെയും നമ്മുടെ ബാങ്ക് ബാലൻസ് ഒന്ന് ടാലി ചെയ്ത് നോക്കാറില്ലേ? ആ ടാലി ചെയ്യുമ്പോൾ എവിടെ പ്രോഫിറ്റാണോ ലോസ് ആണോ എന്ന് നോക്കാറുണ്ട്. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് കാണാനാണ്. അങ്ങനെയെങ്കിൽ ഏറിയാൽ 80 വയസ്സ് വരെ, അല്ലെങ്കിൽ ഒരു ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള കുറേ നാളുകൾ, 70 മുതൽ 80 വരെയുള്ള ഒരു വയസ്സിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. ആ ബാലൻസ് ഷീറ്റ് നോക്കുന്നത് നമ്മുടെ അന്ത്യത്തിൽ പിതാവായ ദൈവമായിരിക്കും. അവിടെ നിൻ്റെ സഹനങ്ങളും നിൻ്റെ നൊമ്പരങ്ങളും നിൻ്റെ പീഡനങ്ങളും നീ ക്രിസ്തുവിനോടുകൂടി ഐക്യപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. ഇനി പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമ്മെ പ്രതി പീഡിപ്പിക്കപ്പെട്ടെങ്കിൽ അവൻ നമ്മെ പ്രതി ഉയർത്തെഴുന്നേറ്റവനാണ്. അതിനാൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ള എല്ലാ സഹനങ്ങളും, എല്ലാ നൊമ്പരങ്ങളും, എല്ലാ വേദനകളും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. സഹനങ്ങളുടെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ കൂടെയുള്ള പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി